രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാലക്കാട്ട് വീടുകൾ കയറിയിറങ്ങി ബി.ജെ.പിയുടെ മെഗാ ക്യാമ്പയിൻ. പാലക്കാടിനെ ചതിച്ച കോൺഗ്രസ് എന്ന പേരിൽ നോട്ടീസ് വിതരണം ചെയ്തുകൊണ്ടാണ് പ്രചാരണം. കോൺഗ്രസിന് വേണ്ടാത്ത രാഹുലിനെ എന്തിന് MLA ആയി ചുമക്കണമെന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് വീടുകൾ കയറിയിറങ്ങി ബി.ജെ.പി പ്രവർത്തകർ ഉന്നയിച്ചത്. മാങ്കൂട്ടം പാലക്കാട്ടേക്ക് 7 കാരണവശാൽ വരാനും പാടില്ല. രാജ്യത്ത് പുറത്തു പോവുക. അത് അദ്ദേഹത്തിന്റെ വിലയിന്നേല് അയാളെ അദ്ദേഹം കയറി വെച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങിയിട്ടല്ലേ. പാലക്കാട് MLA കാണാനില്ല കുറെ ദിവസമായിട്ട് ഇവിടെ. അപ്പൊ അതിന്റെ ഒരു പ്രചരണമായിട്ട് നമ്മൾ എല്ലാ വീടുകളിലും വന്നടക്കാൻ ശരി ശരി മോശത്തിലല്ലേ ചെയ്തത്. ആ മോശത്തിന് ഇവിടെ പാലക്കാട്ട് വെച്ചിട്ടാൻ പറ്റില്ല. ആക്കിവിടുക അല്ലെങ്കിൽ ചെരുപ്പൂലി അറിയുള്ളൂ. പാലക്കാട് MLA ഇവിടെ ഇല്ല, അറിഞ്ഞോ? കാര്യങ്ങളൊക്കെ അറിയണ്ടോ? അപ്പൊ അത് നമ്മൾ എല്ലാ വീടുകളും കയറി കാര്യങ്ങൾ അറിയിപ്പിക്കാൻ വേണ്ടി വന്നാണ്. എല്ലാവരും അറിയിപ്പിക്കണം പറഞ്ഞു. നോട്ടീസ് കിട്ടിയോ? കിട്ടിയോ? പാലക്കാട് MLA ഇവിടെ ഇല്ല. ടിവിയിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും കാര്യങ്ങൾ. പാലക്കാട്ടെ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മണ്ഡലത്തിൽ ഓരോ വീടുകളും കയറി ഇറങ്ങിക്കൊണ്ട് പ്രചാരണം നടത്തുകയാണ് BJP പ്രവർത്തകർ. BJPയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലാണ് BJP പ്രവർത്തകർ ഇത്തരത്തിൽ ഓരോ വീടുകളും കയറി ഇറങ്ങി നോട്ടീസ് നൽകുന്നത്. പ്രധാനമായിട്ടും ഈ നോട്ടീസിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് പാലക്കാടിനെ ചതിച്ച കോൺഗ്രസ് എന്ന പേരിൽ രാഹുലിൻ്റെയും ഷാഫിയുടെയും ഉൾപ്പെടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നത്? കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത് ഒരു ഇരട്ട നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഒരേ സമയം ഞങ്ങൾ ഇരകളോടൊപ്പമാണെന്ന് പറഞ്ഞ് വേട്ടക്കാരനോടൊപ്പം ഓടുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാർ ഉൾപ്പെടെ പറയുന്നു രാഹുൽ പാലക്കാട് വരുന്ന സമയത്ത് സംരക്ഷണം തീർക്കുമെന്ന് പറയുന്നു. അദ്ദേഹം MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നില്ല. പാലക്കാട്ടുകാരെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് പാർട്ടി ഇതിൽ എടുത്തിരിക്കുന്നത്. ഇതിനെതിരെ അതിശക്തമായ രീതിയിൽ BJPയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിച്ചുകൊണ്ടുള്ള ലഘുലേഖകളുമായി ഞങ്ങൾ വീടുകളിൽ സമ്പർക്കം ചെയ്യുന്നത്. ഇതിനകത്ത് വളരെ കൃത്യമായി തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് രാഹുലിനെതിരെ നിരവധിയായ പരാതികൾ ലഭിച്ചിട്ടും രാഹുലിനെ പോലെ ഒരാളെ പാലക്കാട്ടുകാർക്ക് എന്തിന് MLA സ്ഥാനാർത്ഥിത്വം കൊടുത്തുകൊണ്ട് പാലക്കാട്ടേക്ക് അയച്ചു? പാലക്കാട്ടുകാരെ അനാഥരാക്കുകയല്ലേ കോൺഗ്രസ് ചെയ്യുന്നത്? 6 മാസം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട്ടുകാർക്ക് MLA ഉണ്ടായില്ല. അതിനുശേഷം ഇവിടെ അടിച്ചേൽപ്പിച്ച് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വിജയിച്ച MLA ആണെങ്കിൽ പാലക്കാട് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. പാലക്കാട്ടുകാർക്ക് തലകുനിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കേരളം മുഴുവൻ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചിരിക്കുന്നത്. ആ വിവരങ്ങളെല്ലാം പ്രതിപാദിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീട് കയറി ഇറങ്ങുന്നത്. അതുതന്നെയാണ് ഓരോ വീടുകളും കയറി ഇറങ്ങിയാണ്. ഈ ലഘുലേഖയിൽ തന്നെ രാഹുലിൻ്റെ ടെലഗ്രാം സന്ദേശങ്ങൾ, സ്ത്രീകൾക്ക് അയച്ച മോശമായ രീതിയിൽ അയച്ച ടെലഗ്രാം മെസ്സേജുകൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നോട്ടീസാണ്. അതിൽ രാഹുലിൻ്റെയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിൻ്റെയും ചിത്രങ്ങൾ പതിച്ചുകൊണ്ട് കൃത്യമായ പോയിന്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ്, ഏകദേശം 20 പോയിന്റുകൾ ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു നോട്ടീസ് ഓരോ വീടുകളും കയറി ഇറങ്ങിക്കൊണ്ട് നൽകുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. BJPയുടെ കൗൺസിലർമാരും അതുപോലെ തന്നെ വനിതാ പ്രവർത്തകർ, മഹിളാ മോർച്ച പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത്തരത്തിൽ വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ട് ഒരു ക്യാമ്പയിൻ, മെഗാ ക്യാമ്പയിൻ നടത്തുന്നത്. മണ്ഡലത്തിലെ ഓരോ വീടുകളും കയറി ഇറങ്ങി ഇത്തരത്തിൽ കൃത്യമായിട്ട് തന്നെ തങ്ങളുടെ ഈ MLAക്കെതിരെ കാര്യങ്ങൾ പറയുമെന്നുള്ളതാണ്. സ്ത്രീകൾ കൂടെ ചേരുന്നുണ്ട്. ഓരോ വീടുകളിൽ ചെന്ന് സ്ത്രീകളായ അമ്മമാരോടൊക്കെ നിങ്ങൾ എടുത്ത് പറയുകയാണ്. അതെ അമ്മമാർ പറയുന്നത് രാജിവെക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം കോൺഗ്രസ്സുകാരെ കുറച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ നിയമം വഴിക്ക് പോയിട്ട് വരാൻ ആലോചിക്കാണ്ട് MLAനെ സംരക്ഷിക്കുന്നില്ല. അപ്പോൾ നമ്മളെന്തിനു ചുമക്കണം? പാലക്കാടിലത്തെ ജനങ്ങൾ നമ്മൾ നമ്മൾ മെട്രോമാൻ ഇല്ലാത്തതിൻ്റെ ആ ഒരു വിഷമത്തിലിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള സഹായിക്കുന്ന മനസ്സിന് പകരം ഇതുപോലെയുള്ള MLA രാജിവെച്ച് തന്നെ പറ്റുള്ളൂ. അമ്മമാർ 2 കൈയും നീട്ടിയിട്ട് പറയുന്നത്, അവർ കൈയടിച്ചാണ് പറയുന്നത് MLA രാജിവെക്കട്ടെ എന്ന്. സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ വലിയ പ്രതികരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഓരോ വീടുകളും കയറി ഇറങ്ങിക്കൊണ്ടാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള BJP പ്രവർത്തകർ ഇത്തരത്തിൽ ലഘുലേഖ വിതരണം നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഒരു ലഘുലേഖയാണ്
പാലക്കാടിനെ ചതിച്ച കോൺഗ്രസ് എന്ന തരത്തിലുള്ള ലഘുലേഖയാണ് മണ്ഡലത്തിൻ്റെ ഓരോ വീടുകളും കയറി ഇറങ്ങി BJP പ്രവർത്തകർ ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. കൃത്യമായി വോട്ടർമാരോട് ഈ MLAയും കോൺഗ്രസും ചെയ്തിട്ടുള്ള നീതികേട് തുറന്നു കാണിക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.